ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരു ടൂളാണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാം തന്നെ ഒരൊറ്റ ഇൻ്റർഫേസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിലേക്ക് വേണ്ട റീൽസ് ആവട്ടെ, പോസ്റ്റ് ആവട്ടെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനും അത് ഷെഡ്യൂൾ ചെയ്യാനും എല്ലാം തന്നെ ഇതുവഴി സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെറ്റാ ബിസിനസ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പേജിലേക്ക് സ്വിച്ച് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളെ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ഈ സൈഡിലായിട്ട്, അതായത് വലത് സൈഡിലായിട്ട് പേജിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കുക. പേജിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞ ഈ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ വഴി എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മുകളിൽ അഡ്രസ് ബാറിൽ business.facebook.com/latest എന്ന് പറയുന്ന ഈ ഒരു URL ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പേജിലേക്ക് വരാം. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു മെറ്റാ ബിസിനസ് സ്യൂട്ട് നിങ്ങൾക്ക് മൊബൈൽ വഴിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മൊബൈലിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മെറ്റാ ബിസിനസ് സ്യൂട്ടിൻ്റെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കാം, ഇതിലെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും എൻ്റെ സയ്യിദ് മുബാറക് CJ എന്നുള്ളതിൽ ഫേസ്ബുക്കും അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഇവിടെ കണക്റ്റ് ആയതുകൊണ്ടാണ് രണ്ട് പ്രൊഫൈൽ പിക്ചറും കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളതിൽ ഇൻസ്റ്റാഗ്രാം കണക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ടു ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സിസ്റ്റത്തിൽ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ചിലർ അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും, വേറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ലോഗിൻ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് സിസ്റ്റം വഴിയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ നിങ്ങൾ ആ ഒരു ബ്രൗസറിൽ മറ്റേതെങ്കിലും അക്കൗണ്ട്, അതായത് മറ്റേതെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം ഇത് ലോഗിൻ ചെയ്ത് കൊടുക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കും കണക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അവിടെ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഫോളോവേഴ്സ് എത്ര ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ പേജ് കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇതിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾ കാണാൻ പറ്റും ക്രിയേറ്റ് പോസ്റ്റ്, ക്രിയേറ്റ് റീൽ, ക്രിയേറ്റ് സ്റ്റോറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോസ്റ്റ് ടു. അപ്പോൾ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും വേണമെന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടാതെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളെ പേജ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്കും ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയം തന്നെ പോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആ ഗ്രൂപ്പ് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പുകളുടെ പേരും കൂടെ ഇവിടെ കാണിക്കും. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിഷ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിലേക്കും അത് പബ്ലിഷ് ആവും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ മാനുവലി ഓരോ ഗ്രൂപ്പിലേക്കും ഇങ്ങനെ ഫോർവേഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. ഫോർവേഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലേക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും മീഡിയ എന്നതിന് താഴെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് വേണ്ട ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടെക്സ്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു കണ്ടൻറ്റും ഫേസ്ബുക്കിലേക്ക് ഒരു കണ്ടൻറ്റുമാണ് വേണ്ടത്. അതേപോലെ തന്നെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്കും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ട കണ്ടൻറ്റും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്കിലേക്ക് വേണ്ട കണ്ടൻറ്റുകളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇൻസ്റ്റഗ്രാമിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൊക്കേഷൻ മാത്രമേ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. അതുപോലെ ഞാൻ ഇവിടെ ഫേസ്ബുക്കിലേക്ക് മാറ്റിയപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് വാട്സപ്പ് ബട്ടൺ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ AB ടെസ്റ്റ് ചെയ്യാനുള്ളതാണെങ്കിലും മെസ്സഞ്ചറിലേക്ക് പോകാനുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിലേക്ക് മാത്രമാണ് വാട്സപ്പ് ബട്ടൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇതിലുള്ളൂ. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഇൻസ്റ്റഗ്രാമിലേക്കും ഈ വാട്സപ്പ് ബട്ടൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. മുമ്പ് ഇതേപോലെ ആയിരുന്നു. അതായത് മുമ്പ് നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാം, വീഡിയോ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. മറിച്ച് റീൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. റീൽസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, അത് മൊബൈൽ ആപ്പ് വഴി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അതിൽ മാറ്റം വന്നു. മാത്രമല്ല റീൽസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പം ഇതിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോവാം.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ട, ഒറ്റ കണ്ടൻറ്റിന് എല്ലാത്തിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ കാണാം ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ സെറ്റ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ അല്ലെങ്കിൽ ഏത് ഡേറ്റിൽ ഏത് സമയത്താണോ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ദിവസങ്ങൾ അത് പബ്ലിഷ് ആയിക്കോളും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇപ്പോൾ പൊതുവേ കണ്ടൻറ്റ് കലണ്ടറുകളൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഒരു മാസത്തേക്കുള്ള കണ്ടൻറ്റുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് അത്രയും സമയം അവിടെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ കലണ്ടർ ഷെഡ്യൂൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പം ചില ആളുകൾ മാസത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യും, ചില ആളുകൾ മാസത്തിൻ്റെ അവസാനത്തിൽ ചെയ്യും. അവസാനത്തിൽ ചെയ്യുന്ന പറഞ്ഞാൽ നെക്സ്റ്റ് മന്തിലേക്കുള്ള കാര്യമാണ് അവസാനത്തിൽ ചെയ്യുക കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 1-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു 15-ാം തീയതി 20-ാം തീയതിൻ്റെ ഉള്ളിൽ അടുത്ത മാസത്തേക്കുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇപ്പോൾ 2 ദിവസം ഇരുന്നിട്ട് കംപ്ലീറ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഒരു 10 വീഡിയോ ആണ് ഞാൻ എല്ലാ മാസവും പോസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ 10 വീഡിയോ ഞാൻ ഒരു മാസത്തിൽ 2 ദിവസം എടുത്തിട്ട് ആ 2 ദിവസം ഫുള്ളായിട്ട് ആ വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് ഫുൾ റെഡി ആക്കിയിട്ട് നേരെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിടും. പിന്നെ അതേപോലെ സ്പെഷ്യൽ ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസത്തേക്കുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഫുൾ റെഡ് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, തലേന്ന് ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് എഡിറ്റ് ചെയ്യാനും നിൽക്കേണ്ട. അതാത് സമയങ്ങളിൽ ഇങ്ങനെ പബ്ലിഷ് ആയി പോയിക്കോളും. നമുക്ക് നമ്മളുടെ ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. അതെല്ലാം കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അത്രയും സമയം അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങൾ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത സാധനം അത് പബ്ലിഷ് ചെയ്യാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണെങ്കിലും ഫേസ്ബുക്ക് ആപ്പ് ഇൻസ്റ്റാഗ്രാം ആപ്പ് വഴിയാണെങ്കിലും ഫേസ്ബുക്ക് ആപ്പ് വഴിയാണെങ്കിലും അവിടെ നിന്ന് വേണമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാം. അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ആക്റ്റീവ് ടൈം എന്നുള്ളത്. അപ്പോൾ ആക്റ്റീവ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമ്മളുടെ ഫോളോവേഴ്സ് ആക്റ്റീവായിട്ടുള്ള ടൈം നമുക്ക് മെറ്റ സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സമയം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഓപ്ഷനാണ് ഷെയർ ടു യുവർ സ്റ്റോറി എന്നുള്ളത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇത് ഷെഡ്യൂൾ എന്ന് പറയുന്നതിൽ പറ്റില്ല, മറിച്ച് നിങ്ങളിപ്പം ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, സ്റ്റോറിയിലും കൂടെ അത് അപ്ലോഡ് ആവും. അപ്പോൾ നമുക്ക് സ്റ്റോറിയിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ എന്ന് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡേറ്റ് ഞാൻ കറക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് സെപ്പറേറ്റ് ഡേറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടെ. ഇത്രയും ചെയ്തതിന് ശേഷം നേരെ ഷെഡ്യൂൾ എന്നുള്ളത് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഫിനിഷ് ലേറ്റർ എന്നുള്ളത്, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷെഡ്യൂൾ എന്നുള്ളത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് മൊബൈലിൽ വ്യൂ എങ്ങനെ വരിക, സിസ്റ്റത്തിൽ എങ്ങനെ വ്യൂ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ മാറിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കാണാൻ പറ്റും മൊബൈൽ വ്യൂ എങ്ങനെയാണ് വരിക, സിസ്റ്റത്തിൽ എങ്ങനെയാണ് വരിക, പിന്നെ ഇവിടെ ഓരോന്നിലും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് വരിക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് എങ്ങനെ റീൽസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ക്രിയേറ്റ് റീൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ക്രിയേറ്റ് റീൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ പിന്നെ ഗ്രൂപ്പിലേക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലേക്കും മാത്രമാണ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ വീഡിയോ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്ന് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഇവിടെ ചൂസ് ഫ്രെയിം കൊടുക്കാം, അതായത് തംബ്നെയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ക്യാൻവയിൽ ഇതിലേക്ക് വേണ്ട തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. പിന്നെ അതേപോലെ തന്നെ ഇത്രയും ചെയ്തതിന് ശേഷം നേരെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. കണ്ടോ, ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ കളറ്, അതേപോലെ തന്നെ അതിൻ്റെ ഫോൺ സ്റ്റൈല്, അലൈൻമെൻറ്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോൺ സൈസ് ആഡ് ചെയ്യുന്നതിനെ ആഡ് ചെയ്യാം. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം നേരെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കും ഷെയർ ടു യുവർ സ്റ്റോറി എന്നുള്ളത്, സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഗ്രൂപ്പുകളിലേക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക,
ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്ത് പോയിക്കോളും. അതേപോലെ തന്നെ പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ പല റീൽസുകളും നിങ്ങൾക്ക് കാണുമ്പം പല റീൽസുകളും ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുണ്ടൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കും. അപ്പോൾ അത് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു വീഡിയോയുടെ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോൾ കൊടുക്കുന്നത്. അപ്പോൾ പോളും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണോ പ്രോംപ്റ്റ് വേണ്ടത് അത് കൊടുക്കാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, എന്തൊക്കെ ആൻസർ ആണോ കൊടുക്കേണ്ടത്, അതായത് ഏതൊക്കെ രീതിയിലാണ് ആളുകൾക്ക് പോൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആൻസർ ഇവിടെ രണ്ടെണ്ണമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ ഇത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അത് വേണമെങ്കിൽ ക്രിയേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം താഴേക്ക് വരാം, ഷെയർ കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ കാണാൻ പറ്റും ഷെഡ്യൂൾ എന്നുള്ളത് കാണാൻ പറ്റും. ഷെഡ്യൂൾ എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടൈമും ഡേറ്റും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിന് വേറെ ടൈമും ഫേസ്ബുക്കിന് വേറെ ടൈമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് തന്നെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ ആയില്ല? അതായത് നമ്മൾ നേരത്തെ ഞാൻ പോസ്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റിനൊരു ടൈം, നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്കൊരു ടൈമും ഫേസ്ബുക്കിലേക്ക് ഒരു ടൈമും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒറ്റ ടൈമായിരിക്കും. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരേ സമയത്തായിരിക്കും പബ്ലിഷ് ആവുക. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഇത്രയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ അതേപോലെ തന്നെ പോസ്റ്ററുകളും പബ്ലിഷ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും സാധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ സ്റ്റോറി ആഡ് ചെയ്യാനും കൂടെ സാധിക്കും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഞാനിനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, അപ്പോൾ അത് നിങ്ങളതുപോലെ ചെയ്താൽ മതി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടൻറ് കലണ്ടറുകളൊക്കെ പോലെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് എങ്ങനെ നമുക്കത് ഷെഡ്യൂൾ ചെയ്തിടാന്നുള്ളത്. അതിന് ഇവിടെ പ്ലാനർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്ലാനർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പ്ലാനർ എന്നുള്ളത്. അപ്പം ഇവിടെ മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം മന്ത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു ഓരോ ദിവസത്തിലും ഡേറ്റും അതിൻ്റെ മുകളിൽ ഒരു പ്ലസ് ബട്ടണും കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഏത് ദിവസം ഏത് സമയമാണോ നിങ്ങൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം കാണാൻ പറ്റും നിങ്ങൾക്ക് പോസ്റ്റാണോ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, സ്റ്റോറിയാണോ, റീലാണോ, ഏതാണോ വേണ്ടത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, നേരെ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഡേറ്റും ടൈമും ഇവിടെ സെറ്റാവും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ മാസം ഏതൊക്കെ സ്റ്റോറികളാണ് അല്ലെങ്കിൽ ഈ മാസം ഞാൻ എന്തൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കാൻ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് ജസ്റ്റ് മന്തിലേക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കാണാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ അത് റീൽസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾ 3 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ താഴേക്ക് കാണിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇനി പലർക്കും അറിയുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിലെന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നുള്ളത് എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ബിസിനസ്സിലെ നോട്ടിഫിക്കേഷന്, ആഡ്സിലെ നോട്ടിഫിക്കേഷൻ, പ്രൊഫൈൽ നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നേരെ ആഡ്സ് മാനേജറിലേക്ക് ഡൈവേർട്ട് ആവും. അപ്പോൾ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ പേജിലേക്ക് പോകും. അപ്പോൾ ഞാനത് പറയുന്നില്ല, അത് സെപ്പറേറ്റ് ടോപ്പിക് ആയതുകൊണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസൈറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓവർവ്യൂ കാണിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കവർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇൻസൈറ്റൊക്കെ ഒരുവിധ ആളുകൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം അതിനെ പറ്റിയിട്ട് പറയാത്തത്. പിന്നെ വരുന്നത് ഇൻബോക്സ് ആണ്. അപ്പോൾ ഇൻബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻബോക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾ മെസ്സേജസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വന്നിട്ടുള്ള മെസ്സേജ് കാണാം, ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ കാണാം, വാട്സപ്പിലേക്ക് വന്നിട്ടുള്ള മെസ്സേജുകളും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, വാട്സപ്പ് ബിസിനസ് കണക്ട് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളെ പേജിൽ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മാനേജറിൽ കണക്ട് ചെയ്തിട്ടുള്ള വാട്സപ്പ് അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫേസ്ബുക്ക് കമൻറ്റുകളും ഇൻസ്റ്റഗ്രാം കമൻറ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് റീപ്ലൈ കൊടുക്കാനും അതിനുള്ള ഡിലീറ്റ് ചെയ്യാനും റീപ്ലൈ കൊടുക്കാനും ഹൈഡ് ചെയ്യാനും എല്ലാം തന്നെ ഇവിടുന്ന് സാധിക്കും. ഞാനിതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കവർ ചെയ്യുന്നത്. അതായത് ഒന്ന് കണ്ടൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളും കൂടെ ഇതിലുണ്ട്. അത് ഈ ഓൾ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്പം ലീഡ് ജനറേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നിന്ന് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ഓൾ ടൂൾസിൽ ഇൻസ്റ്റൻറ്റ് ഫോംസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഫോം ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം ന്യൂ ഫോം ആണെങ്കിൽ ന്യൂ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫോമിൻ്റെ പേര് ഇവിടെ കൊടുക്കാം, എന്നിട്ട് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങോട്ട് ചോദിക്കും, സേവ് ചെയ്ത ഫോമാണെങ്കിൽ ഇതിൽ ഏത് ഫോമാണ് സെലക്ട് ചെയ്യുന്നത്, ആ ഫോം ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം കൂടെ
ഇതുവഴി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.